സാറേ, ഇസ്രായേലിന് എല്ലാ കാലത്തും ഏതെങ്കിലും രാജ്യത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കണമെന്നുണ്ടോ? കാരണം ഹമാസ് ആയിരുന്നു. ഹമാസിനെ പറയുമ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ചു, ഹമാസിനെ തിരിച്ചാക്രമിച്ചു. പിന്നീട് ഹിസ്ബുള്ള, ഇപ്പോഴത്തെ സിറിയ. ഇടക്കാലത്ത് ഇടയ്ക്കിടയ്ക്ക് ഇറാനെയും ചെറിയ രീതിയിൽ തോണ്ടുന്ന പരിപാടി ഇസ്രായേലിനുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവസാനമായി സിറിയയാണ് ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, തങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഇസ്രായേൽ സ്വാഭാവികമായി ആക്രമിക്കുന്നതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴുള്ള ഈ ആക്രമണം എങ്ങനെയാണ്? ഇത് ഈ ലോകത്ത് ഇത്രയും യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യം വേറെയില്ല, ഇസ്രായേൽ മാത്രമാണ്. അവർക്ക് യുദ്ധം അവരുടെ മണ്ണിൽ വളരെ വലിയ പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. എപ്പോഴും ആരോടെങ്കിലും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ ഈ രാഷ്ട്രം തന്നെ ഒരേ സമയം 3-4 രാജ്യം. അതെ, ഈ രാഷ്ട്രം തന്നെ രൂപീകരിച്ചത് അവർ വലിയൊരു ത്യാഗത്തിലൂടെയാണ് കടന്നു വന്നത്. അവർക്ക് ഭൂമിയിൽ കിട്ടിയ ഇടം അവർ സ്വർഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. പ്രഗത്ഭന്മാരല്ലേ ഒക്കെ ഇസ്രായേൽ ജനതയിൽ ഉള്ളത് തന്നെ. അവരുടെ കോൺട്രിബ്യൂഷനും വളരെ വലുതല്ലേ. പക്ഷേ അവരെത്ര യുദ്ധം ഏർപ്പെട്ട് കഴിഞ്ഞാലും അതെല്ലാം സ്വന്തം രാജ്യത്തെ ജനത അതീവ സുരക്ഷിതരായിരിക്കും. സ്വന്തം ജനത സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നത് തന്നെ. അവരുടെ സംരക്ഷണം. ഇപ്പം ഈ ഇറാൻ തന്നെ പലവട്ടം പറഞ്ഞല്ലോ, ഈ ഇസ്രായേലിനെ തകർക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക രാഷ്ട്രങ്ങളെല്ലാം ഒന്നിക്കണം. ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ എല്ലാം ഇടയ്ക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അപ്പൊ അവരങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവർക്ക് അവരുടെ സ്വയം സുരക്ഷിതത്വം നോക്കണം. ഇസ്രായേൽ ഹമാസുമായിട്ടുള്ള പോര് തുടങ്ങിക്കഴിഞ്ഞ സമയത്ത് ഇന്ത്യ ഗവൺമെന്റ് വലിയ താല്പര്യമെടുത്തു അവിടെ നിന്ന് ഇസ്രായേലിൽ കഴിയുന്ന ഇന്ത്യൻ ജനതയെ കൊണ്ടുവരാനായിട്ട്. പക്ഷെ അവർക്ക് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അവരെല്ലാം അവിടെ സുരക്ഷിതരാണെന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയ ആദ്യ സമയത്ത് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അവിടുത്തുകാർക്ക് ചില വിയോജിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വിയോജിപ്പ് മാറുകയും ചെയ്തു. പക്ഷെ അവർക്ക് ഉള്ള ഏക പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് ബന്ദികളെ ഇനിയും മോചിതരാക്കാനുണ്ട്. എത്ര പേരെ ഇനി കിട്ടും എന്നുള്ളതിന്റെ കാര്യത്തിനകത്ത് ഉറപ്പില്ല. അത് യുദ്ധത്തിന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. ഹമാസിനെ ഇല്ലാതാക്കുക, ബന്ദികളെ മോചിപ്പിക്കുക. ഹമാസിനെ അങ്ങനെ പൂർണ്ണമായിട്ടും ഇത്രയും പേരെ അവശേഷിക്കുന്ന ബാക്കി എല്ലാവരെയും അങ്ങ് കൊന്നു തീർക്കാനായിട്ട് അല്പം അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. 2023 ഒക്ടോബർ 7 ഈ ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിന്റെ പകയാണ് പിന്നീട് അവരിങ്ങോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ യുദ്ധം അങ്ങ് വ്യാപിക്കുകയും ചെയ്തു. അവർക്ക് ഒരേ സമയം ഹമാസിനോട് പൊരുതേണ്ടി വന്നു. ഒപ്പം ലെബനനിൽ പാർത്തിരിക്കുന്ന ഹിസ്ബുള്ള, ഇവരെയൊക്കെ വളർത്തിയത് ആരാണ്? ഇറാനാണ്. അപ്പൊ ഹമാസിനോടും ഹിസ്ബുള്ളയോടും അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവത്തോടു കൂടിയ ഹൂതികളുമുണ്ട്. ഈ ഹൂതികളോടുമാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഇറാനിൽ നിന്ന് ചില മിസൈലുകൾ വരുന്നുണ്ട്. അതിനെ തടയിടുകയും അതിനെതിരെ ശക്തമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അമേരിക്ക തന്നെ ഇസ്രായേലിന് ഈ മിസൈലുകളെ എയറിൽ വെച്ച് തന്നെ തകർത്ത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള സൈന്യ സഹായവും ആയുധവും അങ്ങോട്ട് നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം ഇതിന് തടയുന്നതിന് വേണ്ടിയുള്ള പ്രഗത്ഭരായിട്ടുള്ള സൈന്യത്തെയാണ് അങ്ങോട്ടേക്ക് നൽകിയിരുന്നത്. അപ്പൊ അത്തരത്തില് ഇസ്രായേൽ അങ്ങനെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഓരോരുത്തരെയും, ഇപ്പൊ ഹമാസിന്റെ തലവന്മാരെ ഇല്ലാതാക്കി, ഹിസ്ബുള്ളയുടെ തലവന്മാരെ ഇല്ലാതാക്കി. അപ്പം ലെബനിലാണല്ലോ ഹിസ്ബുള്ള പാർത്തിരുന്നത്. അപ്പൊ ലെബനിന്റെ തന്നെ എത്രയോ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരെ ഒക്കെ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കൂട്ടപ്പലായനം നടന്നു. അത് കഴിഞ്ഞപ്പോഴേക്കാണ് ലെബനിൽ കടന്നു കയറി. അപ്പൊ ഇത് കാര്യങ്ങളെല്ലാം ഒന്ന് നേരെയാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ സിറിയയിലേക്ക് കടക്കണമെന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് സിറിയയിൽ ആഭ്യന്തര കലാപമുണ്ടായി. 2 പതിറ്റാണ്ടിലധികം അവിടെ വാണുകൊണ്ടിരുന്ന ഏകാധിപതിയെ വീഴ്ത്തി. അതാണ് വലിയൊരു വാർത്തയായിട്ട് വന്നത്. സിറിയയിലെ ഒരു ആഭ്യന്തര കലാപമായിരുന്നു അത്. അപ്പൊ ഇതിനിടയ്ക്ക് ഈ ഇസ്രായേല് ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഹമാസ് ഇടയ്ക്ക് കയറി ഒന്നുകൂടെ ശക്തിപ്പെട്ടു വരാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവരെയും ഇസ്രായേൽ തുരത്തിക്കൊണ്ടിരുന്നു. അതാണ് പറഞ്ഞത്, ഒരേ സമയം
പിന്നെ എത്രയോ അധികം പേരുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ഇസ്രായേൽ. അപ്പൊ അങ്ങനെ ലെബനിൽ നിന്ന് പിന്നീട് സിറിയയിലേക്ക് കടന്നു കയറി. അപ്പം ഇവർക്ക് ഈ സിറിയയിൽ ഇപ്പൊ പുതിയ ഭരണകൂടം വന്നല്ലോ. പുതിയ ഭരണകൂടം പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മതസ്വാതന്ത്ര്യവും നൽകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ പുതിയ ഭരണകൂടത്തോടെ ഇസ്രായേലിന് പ്രത്യേകമായ ഒരു മമതയോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്നേഹമോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ സിറിയയുടെ ഈ ഭാഗങ്ങളെല്ലാം ഇപ്പൊ ലെബനിൽ അധിനിവേശം നടത്തിയതുപോലെ അങ്ങ് അധിനിവേശം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ സിറിയയുടെ കയ്യിൽ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. ഈ ആയുധങ്ങൾ എപ്പോഴെങ്കിലും ഇസ്രായേലിന്റെ നേർക്ക് ഉപയോഗിക്കുമോ എന്ന് സംശയമുണ്ട്. ഇസ്രായേലിന്റെ സംശയം എന്ന് പറഞ്ഞാല് ഈ സിറിയയുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ തന്നെ സിറിയയ്ക്ക് നൽകിയിരിക്കുന്നത് റഷ്യയും ഇറാനുമാണ്. അപ്പൊ ഇത്രത്തോളം ആയുധ ശേഖരം സിറിയ കൈവശം വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് തരം കിട്ടുമ്പോൾ അത് സിറിയ ഇസ്രായേലിന് നേരെ പ്രയോഗിക്കും. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു, ഇസ്രായേല് അവിടെ ഈ സിറിയയിലേക്ക് കടന്നു കയറിയിട്ട് ഈ അവരുടെ ആയുധ ശേഖരങ്ങൾ ഇരിക്കുന്നിടത്തെല്ലാം തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയില് വലിയൊരു സ്ഫോടനമൊക്കെ ഉണ്ടായി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇസ്രായേൽ അങ്ങനെ സിറിയയിൽ വലിയൊരു താണ്ഡവം തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്. ഭൂമി പോലും നടുങ്ങുന്ന തരത്തിലാണ് അവിടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യമാണ് ഈ ഇസ്രായേലിന്. അതോടൊപ്പം മറ്റൊരു കാര്യം, മറ്റൊരു രാജ്യങ്ങളാണെങ്കിൽ ഇങ്ങനെ നിരന്തരം ആക്രമണങ്ങളും യുദ്ധത്തിന് ഇരയായ സാമ്പത്തികമായി എല്ലാം തകരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഈ രാജ്യം അങ്ങനെ തകരുന്ന ഒരു സാഹചര്യം. ഇസ്രായേലിന് എല്ലാ തരത്തിലുള്ള സാമ്പത്തികവും സൈന്യവും ബലവും ഒക്കെ നൽകുന്നത് അമേരിക്കയാണ്. പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയുമാണ്. ട്രംപിന്റെ ഒരു വരുതിയിൽ തന്നെ പല രാജ്യങ്ങളും നിൽക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചോളാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് ട്രംപ് ഇത്തരത്തിൽ പറയുമ്പോൾ ഇസ്രായേലിന്റെ നേരെ അടിക്കാൻ ആരും ധൈര്യപ്പെടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയ ഇസ്രായേലിന് വലിയൊരു ആധിപത്യമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും. അതാണ് സിറിയയിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയതും. സിറിയയോട് കടന്നു കയറിയപ്പോൾ ആരും ഒന്നും ചോദിക്കാനായിട്ട് പോയിട്ടില്ല. അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന തരത്തില് ഇത്രയും ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോഴും ഇസ്രായേൽ ജനത അവരുടെ നാട്ടിൽ, അവരുടെ രാഷ്ട്രത്തിൽ അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ സിറിയയുടെ കയ്യിൽ രാസായുധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഒരു പറച്ചിൽ മാത്രമാണ്, അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല എന്ന് ചില വിദേശകാര്യ വിദഗ്ധർ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും ഈ സിറിയയിലുള്ള രാസായുധം അവർ എടുത്ത് പ്രയോഗിക്കുമോ എന്നും ഉണ്ടെങ്കിൽ അതും സംശയിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് ഇവരുടെ ആയുധ ശേഖരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. കാരണം ഇവർക്ക് ആയുധങ്ങൾ നൽകിയിരിക്കുന്നത് റഷ്യയും ഇറാനുമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു ശത്രുവായിട്ട് നിൽക്കുന്നതാണ് ഇറാൻ. ഈ ഇറാനാണ് എല്ലാ തരത്തിലെ ചെലവും ഒക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും. എല്ലാ തരത്തിലുള്ള ചെലവും കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അതാണല്ലോ ഇടയ്ക്ക് ഇറാനുമായിട്ടുള്ള വലിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് ലോകം ആശങ്കയോടുകൂടി കണ്ടത്. കാരണം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിടുകയും ചെയ്യും. അത് വലിയൊരു യുദ്ധത്തിന്റെ നിഴലിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനം അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്ലാൻ ചെയ്തുള്ളത് തന്നെയാണ്. അവർക്ക് ഇതിനകത്ത് ഭയക്കേണ്ടതായ കാര്യം വരുന്നില്ല. അവരെടുത്തിരിക്കുന്ന തീരുമാനം അവർക്ക് യുക്തമെന്ന രീതിയിൽ തോന്നിയതാണ്. അവരതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ വലിയൊരു യുദ്ധഭീകരത ഉണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാരെ, ജനങ്ങളെ മുഴുവൻ അവർ സുരക്ഷിതരായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഇനി കൈ ഒഴിയാൻ പോകുന്നില്ല. യുദ്ധം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരുന്നത്. അതുകൊണ്ട് അവർക്ക് തരത്തിലുള്ള അതോടൊപ്പം ആദ്യം യുദ്ധം തുടങ്ങിയ പല രാജ്യങ്ങളുമായി ഇപ്പോൾ സമാധാന കരാറിലേക്ക് കടക്കുകയാണല്ലോ ആ രാജ്യങ്ങൾ. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സമാധാന കരാറിലേക്ക് ഒന്നും പോയിട്ടില്ല. പലതരത്തിൽ ഇവര് ഹമാസിനെ ഉന്മൂലനം ചെയ്യണം.
കാരണം ഇവരൊക്കെ ലോകത്തിന് തന്നെ വിപത്തായിട്ടുള്ളതാണ് ഹമാസും ഹിസ്ബുള്ളയും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അപ്പോൾ സിറിയയിലേക്ക് കൂടി പിന്നെ ഇസ്രയേല് കടന്നിരിക്കുകയാണ്. സിറിയയിലും വൻ സംഭവവികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.